ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി കേട്ടോ. അവരെന്നെ കാണാൻ വന്നേ കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ പിന്നെ പ്ലാൻ മാറ്റി നേരെ ആലപ്പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അവൻ പിന്നെ കാറുമായിട്ട് വന്നുകൊണ്ട് തന്നെ എനിക്ക് സീനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അങ്ങ് ഇരുന്നു. നമ്മൾ പിന്നെ പാട്ടൊക്കെ പാടി. ഇപ്പം ഭയങ്കര കലാകാരൻ കേട്ടോ, നല്ല പാട്ടുകാരന്. പാട്ട് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തേയൂന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. കടൽ കാണാൻ പോയിട്ട് തിരിച്ചതുപോലെ വരേണ്ടവരുമെന്ന്. പിന്നെ എന്തോ ഭാഗ്യത്തിൻ്റെ മഴയൊന്നും പെയ്തില്ല, ചെറിയ ചാറ്റമഴ പോലെ പെയ്തിട്ട് അതങ്ങ് നിന്നു. പിന്നെ മഴക്കാരൻ്റെ ഒരു അന്തരീക്ഷം അവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ആകാശവും കടലും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം കടലിൽ കൂടി ഇങ്ങനെ നടന്ന് കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. നല്ല സുഖമുണ്ടായിരുന്നു. വീട്ടിൽ ഇരുന്നിരുന്ന് ഞാൻ മടുത്തായിരുന്നു. അങ്ങനെ ഇവർ വന്നപ്പോൾ ഒരു ആശ്വാസം. പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാഞ്ഞുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ചായയും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചായ ഫസ്റ്റ് ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബജ്ജി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ ടേസ്റ്റിൻ്റെ ആണോ വിശപ്പിൻ്റെ ആണോ എന്നറിയത്തില്ല, ഇതൊന്നും കഴിച്ചിട്ട് വയറ് നിറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ എന്നിട്ട് സമൂസ ഓർഡർ ചെയ്തു കേട്ടോ. അത് കഴിച്ച് വയറ് നിറയാത്തതുകൊണ്ട് സമൂസ പിടിക്കാമെന്ന് വിചാരിച്ചു. സമൂസയും ബജ്ജിയുടെ ചട്നിയും കൂട്ടി അടിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒന്ന് നടക്കാൻ വേണ്ടി പാർക്ക് പോലെ അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആലപ്പുഴ ബീച്ച് നല്ലതായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. പാർക്കിൻ്റെ അതോടെ കുറച്ച് നേരം നടന്നു. പിന്നെ ഈ ഉപ്പിലിട്ട കണ്ടപ്പോഴത്തേന് അവളങ്ങ് നിന്ന്. അവൾക്കിപ്പോൾ മാങ്ങ കഴിക്കണമെന്ന് പറഞ്ഞാൽ അവൾ മാങ്ങ വാങ്ങിച്ചു. ഞങ്ങൾ പിന്നെ ഒരു ചെയറിലിരുന്ന് മാങ്ങയൊക്കെ കഴിച്ച് ആസ്വദിച്ച് ആസ്വദിക്കുന്നുണ്ട്. അത് കഴിച്ച് ആസ്വദിച്ച് പിന്നെ നേരെ തിരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.